സായി ബ്രോ, ഇപ്പം ഇടയ്ക്ക് വന്നൊരു വലിയൊരു വിമർശനമായിരുന്നു. ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കാനായിട്ടാണ്, പിന്നെ ഒരു അജണ്ട വെച്ചാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കി എല്ലാവരും താഴെ നിന്നൊരു വിമർശനം വലിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് പറയുന്നുണ്ട്. ഇപ്പൊ മെയിനായിട്ട് അഖിൽമാരായാലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയാണ് പറഞ്ഞത്. അറിയില്ല. അഖിൽമാരോട് ചോദിക്കണം, താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത്? പോയിന്റ് മനസ്സിലായോ? അങ്ങേര് കളിച്ചു വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു വിവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങേര് പറഞ്ഞോ ഇല്ല കാര്യമില്ല, അതായത് ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേരെ തന്നെ അതിന് ഉത്തരം കൊടുക്കും. കാരണം ഞാനിപ്പോൾ പണപ്പെട്ടി എടുത്തു, ഇത്രയും ദിവസം നിന്നറിയും, അങ്ങേര് 100 ദിവസം കളിച്ചിറങ്ങിയ വിന്നറാണ്. അപ്പം അങ്ങേരെ തന്നെ അതിന് ഉത്തരം പറയണ്ടേ? അങ്ങേരിപ്പോൾ ഈ സീസണും കണ്ടു, കഴിഞ്ഞ സീസൺ കളിക്കുകയും ചെയ്തു. അങ്ങേർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങേര് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോ പോയിന്റ്. എനിക്കറിയില്ല, കാരണം ഞാൻ ആ ക്ലിപ്സ് കണ്ടിട്ടില്ല. എനിക്കറിയില്ല നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ തന്നെയാണോ, അങ്ങനെ കൺവേ ചെയ്ത് അങ്ങനെയാണോ നമുക്കറിയില്ലല്ലോ. സോ അത് കണ്ടതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാന്നുള്ളൂ. എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ അറിയില്ല. എനിക്ക് കംപ്ലീറ്റ് എനിക്ക് ഇന്നലെ രാത്രി 10:30 ഫോൺ വെച്ചു. അപ്പം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഉറങ്ങി വിളിച്ചു, ഞാൻ പോകും. Bro, why you very ഞാൻ ഹാപ്പിയാണ്. ഞാൻ പണപ്പെട്ടി എടുത്ത തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നത്. ഞാൻ ആ ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാനിട്ട് സമയമുണ്ടല്ലോ. സായി പണപ്പെട്ടി എടുത്തത് ഈ സായി പണം ആഗ്രഹിച്ചിട്ട് തന്നെയാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പലരും പറയാൻ പറ്റും. സംസാരിക്കോ? ഇത്ര നാളും ബിഗ് ബോസ് നിന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, കിടലാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഹൗസാണ്. ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മൾ പുറത്ത് എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യണം. ഈ പണപ്പെട്ടി എടുക്കാൻ കാരണം എന്തായിരിക്കാം? ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എനിക്ക് ഡിഫറെന്റ് മൈൻഡ് സെറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്കതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തന്നെ തോന്നി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നാദിറ എടുത്തപ്പോഴും നല്ല തീരുമാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആയാലും എടുത്തപ്പോൾ നല്ല തീരുമാനം എന്ന് പറയും. പക്ഷേ അതിനകത്ത് കമന്റ് മൊത്തം നന്ദനയ്ക്ക് വേണ്ടി എടുത്തതെന്നാണ് പോക്ക് വരുന്നുണ്ട്. അതിനോടൊക്കെ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഇല്ല, അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ എന്താണെങ്കിലും അതിനോടൊക്കെ കമന്റ് ചെയ്യാം. സിജോക്ക് ഇപ്പൊ എടുക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓരോരുത്തർക്ക് സിജോ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് എന്നൊക്കെ. നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. സായിച്ചേട്ടാ, ഈ സീസൺ സായിച്ചേട്ടാ പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാണ്. അകത്ത് ചെന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിൽ നിന്ന് അടിപൊളിയാണ്. സെയിം, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോൾ ഇല്ലാത്ത കുറെ ഫീലുകളും ഇമോഷൻസും ഒക്കെ ആദ്യം കിട്ടും. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്യും. അതും അങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ജാസ്മിന്റെ ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട്. ആ കോള് വന്നതിന് ശേഷം ജാസ്മിന്റെ ഉപ്പയാന്ന് പറഞ്ഞില്ലല്ലോ ആരും. അപ്പൊ ആ ഒരു കോളൊക്കെ പുറത്തു വന്ന് ലീക്കായി ഇഷ്യൂ ആയി പുറത്തെ അതൊക്കെ ഇറങ്ങിയിരുന്നോ? ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. ഏജന്റ് ആണ് പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ്? പലർക്കും പലതും തോന്നാം. നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ രീതിയിലാവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ തോട്ട്സ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഈ ബിഗ് ബോസ് എനിക്ക് കപ്പെടുക്കാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് എന്റെ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്ക് കിട്ടണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? എങ്കിൽ പോലും ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ബിഗ് ബോസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? സർവൈവൽ ഗെയിമാണ്. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ലക്ഷം എടുക്കുമായിരുന്നോ? ഇങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡ്. 50 രൂപ എടുക്കുന്നുള്ള മൈൻഡായിരുന്നു. ഞാൻ അത് ഓൾറെഡി അവിടെ പറഞ്ഞത് പോകാം. വളരെ ശാന്തിയോട് കൂടിയല്ലേ ഇവിടെ നിൽക്കുന്നത്. വീഡിയോയുടെ സീക്രട്ട് ഏജന്റ് തന്നെയാണ്. ആരാധകരോടും താങ്ക് യു. വോട്ട് ചെയ്തവരോടും ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാവരോടും ബിഗ് താങ്ക്സ്. കാരണം എല്ലാവരും കൂടിയും സപ്പോർട്ട് ചെയ്തു, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ പലരുടെയും കണ്ടന്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റി. ഈ സായി കൃഷ്ണനായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ സിനിമകളുടെ റിവ്യൂ അതേപോലെ തന്നെ വിമർശനങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? റിയൽ റിയാലിറ്റി എന്നുള്ളത് ആദ്യം പറയുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ അതെന്ന് പറഞ്ഞാൽ ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി. ഈ സീക്രട്ട് ഏജൻറ്റ് റിയൽ ലൈഫിലും വന്നു തുടങ്ങി. സോ അതുകൊണ്ട് വന്ന എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. ഔട്ടാന് ശേഷം അച്ഛൻ വിളിച്ചിരുന്നു, കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടുന്ന് പോയപ്പോൾ സായിയുടെ ലുക്ക് തന്നെ വേറെയായിരുന്നു. ബിഗ് ബോസ് ആയിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ആ ലുക്കിനോട് എങ്ങനെയായിരുന്നു? അതൊരു മേക്ക് ഓവർ വേണമെന്നുള്ളൊരു സായിനെ ഈ കമന്റ് മൊത്തം സായിക്ക് ഈ കണ്ണാപ്പി എന്നുള്ളത് മറ്റേക്ക് കൊടുത്തിരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിലൊക്കെ എന്താ ഉള്ളത്? ഇന്ന് വേറെ നാളെ വേറെ സോഷ്യൽ മീഡിയ നമുക്ക് അറിയുന്ന കാര്യം. സായി സിജോ സായി അതുപോലെ തന്നെ വന്ദന കോംബോ എത്രത്തോളം വർക്കൗട്ട് ആയോ ഇല്ലെന്ന് അറിയില്ല. അത് അത്രയും ജെനുവിൻ ട്രൂ ആയിരുന്നു. സോ അതിൽ വർക്കൗട്ട് റസ്മി പറഞ്ഞ ചിന്ത ഭയങ്കര ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് റസ്മി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. കിരീടം കൊടുത്തത് വെറുതെ. പ്രൗഡ് ഓഫ് യു. ഞാൻ ഇല്ലാത്തപ്പോ അവരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ലേ? ഇത് നിങ്ങളിപ്പോ കണ്ടത് വീഡിയോ. വീട്ടിൽ നിന്ന് ഇതിലും കൂടുതൽ വിമർശിക്കാറുണ്ട്. ഒന്ന് 2 മുതൽ മതി. വണ്ടി അവിടുന്ന് ഞാൻ മേടിച്ചിരുന്നത്. പണിയെടുക്കൂ. അപ്പോ സപ്പോർട്ട് ചെയ്ത ഫാൻസിനോട് എന്നോട് പറയും. എല്ലാവരോടും സന്തോഷം, എല്ലാവരോടും താങ്ക്സ്. അതിൽ സായി ഒരു ഫൈനലൊക്കെ എത്തിയ ആളാണ്, ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നുള്ള സംബന്ധം ഒന്നാമത് വളരെ കൂടുതലാണ്. കുറേ സീൻസ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിനകത്ത്. നടക്കുന്ന വെച്ചാൽ കളിച്ചു പോയത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തത് നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത്? ഭാഗ്യ തലേന്ന് പറയുന്നത് അത് പറഞ്ഞു അങ്ങേക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്ത ആളോട് എന്ത് പറയാനാ? അയാൾ 2 വട്ടം പോയില്ലേ? 2 വട്ടം പുറത്ത് പിടിച്ചു പുറത്താക്കി. ഞാൻ അറ്റ്ലീസ്റ്റ് വെച്ചുകൊണ്ട് ഇറങ്ങില്ല. അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുണ്ട്. വിമർശനം ആയിക്കോട്ടെ, സായി അത് ആ സെൻസിൽ എടുക്കും. പോസിറ്റീവായിട്ടുള്ളൂ, ഒരു നെഗറ്റീവായിട്ട് പറയാറുണ്ട്. നോർമലി ഒരാളിങ്ങനെ വിമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈഫ് വിമർശിക്കുമ്പോൾ ഒരാൾ മെന്റലി ഡൗൺ ആവാറുണ്ട്. ഇല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ സായിനോട് പറഞ്ഞാണ്, ഞാൻ പുറത്ത് ഞാൻ നല്ലോണം വിമർശിച്ചിട്ടുണ്ട്, വല്ല കുഴപ്പമുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, ഒക്കെ ചെയ്തോന്നാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ചെയ്തത്. താല്പര്യം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാൾ തന്നെയായിരുന്നല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സായി കൃഷ്ണനായിട്ട് മാറി, കണ്ണനായിട്ട് മാറി എന്നുള്ളത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്താണ്. ഞാൻ എന്തായാലും എല്ലാം കാര്യം അക്സെപ്റ്റ്. ഞാൻ നമ്മൾ ഇതിപ്പോൾ എന്തായാലും ഗെയിമാണ്, അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ പുറത്ത് വന്നാൽ സീക്രട്ട് ഏജന്റ് തന്നെ പറഞ്ഞാൽ ചാനൽ കൊണ്ടെടുക്കും. ആ ഒരു പേരിൽ തന്നെ എന്തായാലും പോകുള്ളൂ. സീക്രട്ട് ഏജന്റിന് നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ സായി വിചാരിച്ചത് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ച് ഈ സ്റ്റാർ ആവാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു 1-2 ആഴ്ചകളിൽ അല്ലെങ്കിൽ ഒരാഴ്ചകളിൽ. എനിക്ക് തോന്നിയിരുന്നു
തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നിയിരുന്നു. പിന്നീട് സായിന്റെ വേറൊരു മുഖമാണ് കണ്ടത്. അപ്പൊ ഈ സായി തിരിച്ചിപ്പോ ചാനൽ ടേക്ക് ഓവർ ചെയ്യുന്നു പറഞ്ഞല്ലോ. പക്ഷെ അപ്പോ ആ സായിക്ക് അതേ കോൺഫിഡൻസ് ഉണ്ടാവോ ഇനി? പിന്നെന്താ, ഞാൻ ഇന്നലെ സംസാരിച്ചാണ്, ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ചാണ്. സായിക്ക് ആ പാടിയ കോൺഫിഡൻസ് ഇപ്പോഴും പിന്നിലുണ്ട്. ഈ സായി എല്ലാരും വിമർശിക്കുന്നതാണല്ലോ. സായി എല്ലാരും വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമാക്കാരെയും വിമർശിക്കുന്നുണ്ട്, എല്ലാരും ഇറങ്ങിക്കഴിഞ്ഞാലും മിക്കവാറും രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. രൂക്ഷമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിമർശനം ഉണ്ട്, പക്ഷെ അതൊരു എന്താ പറയാ, അല്ല നമ്മള് ഈ മാളിപ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടാണത്. അപ്പൊ അത് കഴിഞ്ഞ കാര്യല്ലേ, അത് തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഓൾറെഡി നല്ല മനുഷ്യൻ തന്നെയാണ്, പക്ഷെ അതൊരു പ്രൊഫഷണല്ലേ, അത്രേ ഉള്ളൂ. അല്ല, തിരിച്ചു വരുമ്പോ അത് ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് സായി വന്നിട്ട്, സായി എന്നാലും ഓക്കെയാണ്, ഇപ്പോൾ മെന്റലി എല്ലാം ഓക്കെയാണ്. വന്നിട്ട് ഇനി ചാനൽ കൊണ്ടുപോകണല്ലോ, ചാനൽ കാരണമാണല്ലോ അവിടെ എത്തിയത്. അപ്പൊ പിന്നെ അതങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. ഈ സ്നേഹ വിമർശിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വ്യക്തമാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നു. ഞാൻ ആദ്യം സായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞാൽ നീ എന്ത് വേണേ ചെയ്തോ, ബയാസ്ഡ് ആവരുന്നു മാത്രം. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ലോ, ഞാൻ അങ്ങനെ കുക്കി എടുത്തിട്ടൊന്നുമില്ല എന്നുള്ളത്. കണ്ടത് കുറ്റം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞത്. ഇനി വന്നിട്ട് സായിയുടെ ഈ പുറത്തിറങ്ങാനുള്ള തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ടോപ്പ് 5 വരണം. ഞാൻ വീഡിയോയിലും പറഞ്ഞാണ് എനിക്ക് കപ്പടിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ആ സമയത്ത് സായിക്ക് തോന്നിയതാവും. അതെ, ഉറപ്പല്ലേ. ഫസ്റ്റ് പ്രൈസിന് മാത്രമുള്ള മണി എന്നുള്ള വിചാരം. പിന്നെ മണി ബേസ്ഡ് അല്ല, എന്തായാലും സായി അത് കണ്ടപ്പോൾ ഇപ്പോൾ ഗെയിം തിങ്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്ന് എന്നോട് പറഞ്ഞിട്ട് അത് അടുത്ത ഗെയിം, അത് സ്പെഷ്യൽ ഗെയിമാണ്. ഈ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തെങ്കിൽ ഒരു 15 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നിപ്പോൾ 5 ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ 2 ആവും, 1 ആവാം. അത് വിചാരിച്ച് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ മേ ബി കൂടുതലാവും, കുറവാകും. അപ്പോൾ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും 5 എടുക്കാം, ഇറങ്ങിപ്പോരാന്ന് വിചാരിച്ചു. ഈ ഒരു ബിഗ് ബോസിലെ ഗെയിം കൊണ്ട് സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളിലേക്ക് സായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഒരു നല്ല മാറ്റമായിട്ട് കാണുന്നുണ്ടോ? പിന്നെന്താ, നല്ല മാറ്റം തന്നെയാണ്. ഞാൻ പറഞ്ഞേ, സായി ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഞങ്ങൾ 10-15 കൊല്ലമായിട്ട് പരിചയമുള്ള ആളാണ്. അത് നിങ്ങൾ വീഡിയോയിലല്ലേ കണ്ടുള്ളൂ. നേരിട്ട് പരിചയപ്പെട്ട നിങ്ങൾ ആരും അങ്ങനെ പറയില്ല. നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരാളും അങ്ങനെ പറയില്ല. ആ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. കുടുംബത്തോടുള്ള ഒരു സ്നേഹവും അച്ഛനോടുള്ള അറ്റാച്ച്മെന്റും കൂടി. അതെ. പിന്നെ സായി അങ്ങനെ ഇമോഷണൽ അല്ല. ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര ഇങ്ങനെ നടന്നപ്പോൾ പിന്നെ ഫോണും ഇല്ലല്ലോ. സായി ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴാണ് നിന്നോട് ആ സ്നേഹമൊക്കെ തോന്നുന്നത്. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. നന്ദന, സായിയുടെ പുറത്തിറങ്ങാനുള്ള തീരുമാനത്തിന് എങ്ങനെ നോക്കിക്കാണുന്നത്? സായി ചേട്ടൻ്റെ ഗെയിമല്ലേ അത്. നമ്മളിപ്പോൾ നീ സംസാരിക്കണം, നേരിട്ട് കണ്ടിട്ടാണ് സംസാരിക്കണമെങ്കിൽ. കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. പെട്ടിയെടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സായി ചേട്ടൻ എടുത്ത തീരുമാനം അതാളുടെ ഗെയിമാണല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ആളെ വന്ന് സംസാരിച്ചിട്ട് എന്താ തീരുമാനം നോക്കട്ടെ. ആളെ തലവരുണ്ടല്ലേ ചോദിക്കും നിങ്ങൾ. ഇപ്പോഴും ഉള്ളിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. എപ്പോഴും മനസ്സിലുണ്ടാവും സായി ചേട്ടൻ അത് ചെയ്തു തന്നെ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കൂടുതൽ അവരോട് സംസാരിച്ചത് 2 ആളോടായിരുന്നു. എപ്പോഴും ഇഷ്ടമുണ്ടാവും. നല്ലോടിലൊക്കെ അവരോടായിരുന്നു. സായി ചേട്ടൻ ശരിയാണ്. സായി ചേട്ടൻ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. കുറേ പേര് സീക്രട്ട് ഏജന്റ് ആവണം, ആൾ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഒരു 2 ദിവസം ആളങ്ങനെ ഭയങ്കരമായിട്ട് നിന്ന്. പിന്നെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സായി കൃഷ്ണനാവാനായിട്ടാണ് നിന്നിരുന്നത്. സീക്രട്ട് ഏജന്റ് അല്ലായിരുന്നു. അപ്പോൾ സായി കൃഷ്ണനായിട്ടുണ്ട് ആൾ. ഒരു നല്ല മനുഷ്യൻ ആളെന്നെ പറയാറുണ്ട്. ഞാൻ സായി കൃഷ്ണനായി, അച്ഛൻ്റെ കണ്ണനായി. അപ്പോൾ തന്നെ ആൾക്കാരെ പ്രേക്ഷകരിലേക്ക് ആൾ കയറിയിട്ടുണ്ട്. അത് മതി ആൾക്ക്. ഒരിക്കലും തോന്നുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പറയില്ല ബിഗ് ബോസിൽ ആൾ ഫേക്കാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എന്ന സീക്രട്ട് ഏജന്റിന്റെ സ്വഭാവം പുറത്തേക്ക് എടുക്കാത്തതിന് ഞാൻ ചോദിക്കും. ഓരോ റീസൺ പറയുമ്പോൾ സായിച്ചേട്ടൻ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണം, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയത്ത് നിങ്ങൾ തീർന്നില്ലല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ സായി കൃഷ്ണനായിട്ട് അത് മതി, സായി കൃഷ്ണൻ അത് മതി. ആ പോയിന്റ് ആൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ട് ഒരാൾ സീക്രട്ട് ഏജന്റ് ആവും സീക്രട്ട് ഏജന്റ് ആവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ബിഗ് ബോസിൽ ഇപ്പോൾ എതിരാളികൾ ഇല്ലാതായി മാറി തോന്നുന്നുണ്ടോ? സായി അടക്കം വന്നതിന് ശേഷം കപ്പടിക്കണം നോക്കട്ടെ. എതിരാളികൾ ആരെങ്കിലും ഒരാഴ്ച കൂടി ജാസ്മിനും ചിന്തയ്ക്കൊന്നും ഇപ്പോൾ ഗെയിം കളിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി പോയി. തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. സിജോ ചേട്ടൻ ഉണ്ടല്ലോ അവിടെ. അത് കേട്ടോ അവിടെ ഹർഷ ചേട്ടനുണ്ട്, സിജോ ചേട്ടനുണ്ട്, പിന്നെ ആരെല്ലാം ഋഷി ചേട്ടനുണ്ട്, അഭിഷേക് ചേട്ടനുണ്ട്. അവരെ കൂടിയിട്ട് ഇനി ഗെയിം കളിക്കണം. ചേട്ടൻ ജാസ്മിൻ ആരടിക്ക് നോക്കാം നമുക്ക്. ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഒരു ഗെയിം എങ്ങനെയുണ്ട്? നല്ല ഗെയിമാണ്, അടിപൊളി.
ആര് വിജയിക്കുന്നു? കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? പണപ്പെട്ടി എടുത്തിട്ട് അത് ആളുടെ ഗെയിമല്ലേ ചേട്ടാ, പണപ്പെട്ടെടുക്കാൻ പറ്റും. ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. അല്ല, ഒരുവിധം പ്രേക്ഷകരൊക്കെ പറയുന്നത് ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ എമൗണ്ട് വരും. നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ ഇനി കുറയാം, കുറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഇനി കൂടിയില്ലെങ്കിലോ, കുറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് ആ സമയത്ത് പറയില്ല എനിക്ക് കുറഞ്ഞില്ലോ. അപ്പോൾ അതിലിപ്പോൾ ഋഷിച്ചേട്ടൻ എടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ആ സമയത്ത് കുറയും. ഞാൻ ആ സമയത്ത് ഞാനാണ് ഓപ്പണായി പറഞ്ഞ ആള് ഞാൻ പണപ്പെട്ടി എടുക്കുന്നത്, ബാക്കി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വരുമ്പോഴാണ് എടുക്കാന്നുള്ളൊരു ത്വര വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പൈസ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള സമയമാണല്ലോ. പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വെറുതെ കളയില്ല. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസിലെ ഫസ്റ്റ് വിന്നർക്ക് മാത്രമല്ല 50 ലക്ഷം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡിന് ഒന്നുമില്ല, പേര് അറിയാം, സെക്കൻഡ് എന്നുള്ളൊരു പേര് അല്ല, അത് വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഈ സായി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ എമൗണ്ട് എടുത്തതെന്നാണ് പറയുന്നത്. സ്നേഹാർത്ഥം അതാണ്. ആണോ അറിയില്ല എനിക്ക്. അവരുടെ വൈഫ് ഹസ്ബൻഡ് എനിക്കറിയില്ല സത്യത്തിൽ. അവരുടെ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള. സായിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്കല്ല, ആൾക്ക് ആളായി കഴിഞ്ഞു, പിന്നെ അവിടെ നിൽക്കണ്ടെന്ന് ആൾ തന്നെ പറയാറുണ്ട്. സീക്രട്ടേഴ്സിൻ്റെ എല്ലാ സായിച്ചിനെ കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല പണപ്പെട്ടി ഒന്നും എടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഞാനെടുത്ത് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പുറത്ത് പോയി, അപ്പോൾ പിന്നെ ആളെടുത്തു. അതുകൊണ്ടാണ് ആളെടുത്തത്. അൻസിബേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എടുക്കുന്നുള്ളത്. അൻസിബേച്ചി പോയി ഔട്ടായി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഔട്ടായി. ഇപ്പോൾ സായിച്ചേട്ടൻ എടുത്തു. ആൾ പറഞ്ഞ വാക്ക് പാലിച്ചു. എടുക്കുന്ന ആദ്യമേ ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട് ഞാൻ പണപ്പെട്ടി എടുക്കും, അപ്പം ഞാൻ പറയും പണപ്പെട്ടി എടുക്കുക 50 രൂപ എന്നല്ല എടുക്കുന്നു പറഞ്ഞു. ആൾക്ക് പൈസ കൊണ്ടല്ല, പക്ഷേ അല്ലെങ്കിൽ സായി പോലുള്ള ഒരു ക്യാരക്ടർക്ക് പറ്റിയ ഗെയിം തന്നെയാണോ ബിഗ് ബോസ്? ക്യാരക്ടർ അല്ലല്ലോ ചേട്ടാ. നമ്മളിപ്പോൾ ഞാനെങ്ങനെയാണെന്നുള്ളത് ഞാനങ്ങനെ നോർമലി നിന്നു. ഇപ്പോൾ സായിച്ചേട്ടൻ സീക്രട്ട് ഏജൻ്റായിരുന്നു, ആള് മാറി ഒരു സായി അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആൾ നിന്നു. നമുക്ക് പ്രേക്ഷകരെയൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണ്ട. പക്ഷേ സായി കൃഷ്ണൻ വീട്ടിലൊരു നല്ല വ്യക്തിയായല്ലോ. അപ്പോൾ അച്ഛനും അമ്മേനൊക്കെ തിരിച്ച് കിട്ടിയൊരു സന്തോഷത്തിലാണ് സായിച്ചേട്ടൻ വരുന്നതായിരുന്നു. ഒരു വലിയ കാര്യമാണല്ലോ ഇത്. ഫാമിലി ആണല്ലോ നമുക്ക് എല്ലാതും. നിങ്ങൾക്ക് എല്ലാ ഫാമിലി അല്ലല്ലോ. ഫാമിലിനെ അവർക്ക് കിട്ടി തന്നെ. പോട്ടെ.